ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷന്റെ പേര് മോദി കി നോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒരു കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള ആപ്ലിക്കേഷൻ ആണെന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ആപ്ലിക്കേഷൻ പ്രചരിക്കുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഒരു ഫൺ പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല എന്ന് ഈ ആപ്ലിക്കേഷന്റെ ഡിസ്ക്രിപ്ഷനിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ അല്ല. ഇത് ജസ്റ്റ് ഫൺ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ ആണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒന്ന് നോക്കാം. ഞാനിവിടെ 2000-ന്റെ ഒരു നോട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക. 2000-ന്റെ നോട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു മോദിയുടെ ഒരു പ്രസംഗം അവിടെ സ്ക്രീനിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്, അല്ലാതെ ഇതിലെന്തെങ്കിലും കള്ളനോട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കും ഇതിലില്ല. ഇതുപോലെ ഇങ്ങനെ നോട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രസംഗം തെളിഞ്ഞു വരിക എന്ന് പറയുമ്പോൾ അതൊരു പുതിയ അനുഭവമായിരിക്കും. എന്നാൽ ഇതിലൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇത് വളരെ പ്രീ സെറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, എന്തായാലും ഈ ആപ്ലിക്കേഷൻ്റെ ഐഡിയ ഒരു നല്ല കാര്യമാണ്. ഇതുണ്ടാക്കിയവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ ആണ്. ഓക്കെ, നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ബോധവാന്മാരായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ ഞാൻ വീഡിയോകളാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉടൻ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.